വെൽക്കം ടു പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെൻറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD അഥവാ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന ബുക്കിനെ കുറിച്ചാണ്. ഡിസീസ്, ഹെൽത്ത് കണ്ടീഷൻ ഇതിനെയെല്ലാം ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ബുക്കാണ് ICD എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആണ്. 1893 ആദ്യമായിട്ട് ICD എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 1948 WHO അത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ, സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ് ഇതെല്ലാം വളരെ അപ്ഡേറ്റഡായി വരുന്ന ഒരു ബുക്കാണ് ICD എന്ന് പറയുന്നത്. ICD-10 ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് ICD-11 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഡ്സും എൻഹാൻസ്ഡ് ആയിട്ടുള്ള യൂസിബിലിറ്റിയാണ് അതിൻ്റെ കീ ഫീച്ചേഴ്സ്. ICD-11 സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കിയാലോ. 28 ചാപ്റ്റേഴ്സാണ് അതിൽ വരുന്നത്. മെൻ്റൽ, ബിഹേവിയറൽ ആൻഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സാണ് കവർ ചെയ്യുന്നത്. ഹൈറാർക്കിൽ ഓർഡറിലാണ് ഈ ബുക്ക് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ബ്രോഡ് കാറ്റഗറീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസിലോട്ട് എത്തുന്ന രീതിയിലാണ് ഹൈറാർക്കി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് സിറ്റിങ്ങിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ടൂൾസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ICD-11 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഡിജിറ്റൽ ഫ്രണ്ട്ലിയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയും ആപ്സ് വഴിയും ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ട്രഡീഷണൽ മെഡിസിൻ, സെക്ഷൽ ഹെൽത്ത്, ഗെയിമിംഗ് ഡിസോർഡേഴ്സ് ഇതെല്ലാം ICD-11 ഇൻക്ലൂഡഡ് ആണ്. ഏതൊരു കൾച്ചറിലുള്ള വ്യക്തിക്കും അഡാപ്റ്റബിളായിട്ടും ഇൻക്ലൂസീവുമായിട്ടാണ് ICD-11 ഒരുക്കിയിട്ടുള്ളത്. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്കീസോഫ്രീനിയ ഇതെല്ലാം ഡയഗ്നോസ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെയാണ് ICD വഹിക്കുന്നത്. പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ICD ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ പോളിസി പ്ലാനിങ്ങിനും ഇൻഷുറൻസ് ക്ലെയിംസിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ICD വേഴ്സസ് DSM എന്താണെന്ന് നോക്കിയാലോ. ICD ഗ്ലോബലാണ് ആൻഡ് മാനേജ് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. DSM എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനാണ് മാനേജ് ചെയ്യുന്നത്. എല്ലാ ഹെൽത്ത് കണ്ടീഷൻസും ICD കവർ ചെയ്യാറുണ്ട്. എന്നാൽ DSM മെൻ്റൽ ഡിസോർഡേഴ്സിനെ മാത്രമാണ് കവർ ചെയ്യുന്നത്. ICD ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് പേർപ്പസിന് വേൾഡ് വൈഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. DSM വളരെ ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സൈക്കോളജിയിൽ ICDയുടെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലിനിക്കൽ ഡയഗ്നോസിസിന്, റിസർച്ച് സ്റ്റഡീസിന്, തെറാപ്പി പ്ലാൻ ചെയ്യാനൊക്കെയായിട്ട് ICD നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും കോഡ് ചെയ്യാനും മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സിനെ ഈ ഒരു ബുക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ഹെൽത്തിലോട്ട് വരുമ്പോൾ ഒരു ക്രോസ് ബോർഡർ കൊളാബറേഷനാണ് ഈ ഒരു ബുക്ക് വഴി നടക്കുന്നത്. ICDയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ICD യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് ആണ്. ഒരു ഹെൽത്ത് കെയർ ഡാറ്റ സ്റ്റാൻഡർഡൈസേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്യുറസിക്ക് വേണ്ടിയിട്ട് റെഗുലർ അപ്ഡേഷൻസാണ് ICDയിൽ നടക്കുന്നത്. ഇതെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. കോഡ്സ് നാവിഗേറ്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഡീറ്റെയിൽസ് മിസ് ചെയ്യുന്നതിലുള്ള ഒരു അപാകത ഇതെല്ലാമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. കൺക്ലൂഷനായിട്ട് ICD എന്ന് പറയുന്നത് സൈക്കോളജി അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് കെയറിന് ഒരു എസെൻഷ്യൽ ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ഇതിലെല്ലാം ഒരു കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ എൻഹാൻസ്മെൻറ്റും ഈ ഒരു ബുക്ക് നടത്തുന്നുണ്ട്. സോ ഇതെല്ലാമാണ് ICD അഥവാ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന ബുക്കിൽ കവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് റിവ്യൂസ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയറും ചെയ്യൂ. താങ്ക് യു.